എല്ലാവർക്കും നമസ്കാരം. മാത്സ് ഫസ്റ്റ് ലെസണിന്റെ ലാസ്റ്റ് ടെക്സ്റ്റൽ ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ കടക്കാണ്. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻ ദ പിക്ചർ ബിലോ, കണ്ടില്ലേ ക്വസ്റ്റ്യൻ പേജ് നമ്പർ 19 ഇൻ ദ പിക്ചർ ബിലോ 2 ലൈൻസ് ആർ ഡ്രോൺ ഫ്രം ദ ടോപ്പ് വേർട്ടെക്സ് ഓഫ് എ ട്രയാങ്കിൾ ടു ദ ബോട്ടം സൈഡ്. തന്നിട്ടുള്ള പിക്ചറിൽ എന്താ, ടോപ്പ് വേർട്ടെക്സിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് 2 ലൈൻസ് വരച്ചിട്ടുണ്ട്. അപ്പൊ എത്ര ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു? 3 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് ദ റേഷ്യോ ഇൻ വിച്ച് these lines divide the length of the bottom side is equal to the ratio of the areas of the 3 smaller triangles in the picture. അപ്പൊ പിക്ചറിൽ ഇപ്പൊ 3 smaller triangles ഉണ്ടല്ലോ, ഈ 3 ട്രയാങ്കിൾസിന്റെയും ഏരിയയുടെ റേഷ്യോ ഈ ബോട്ടം സൈഡ് ഡിവൈഡ് ചെയ്തിരിക്കുന്ന സെയിം റേഷ്യോയിലാണ് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, സിമ്പിൾ ആണ് അല്ലെ. ഒരു ലൈൻ കട്ട് ചെയ്ത് ഒരു ലൈൻ വന്ന് ബേസിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റേഷ്യോയും ആ 2 ട്രയാങ്കിൾ അപ്പോൾ ഉണ്ടാവുന്ന ആ 2 ട്രയാങ്കിൾസിന്റെയും ഏരിയയുടെ റേഷ്യോ നമ്മൾ പഠിച്ചതാണ്. ഇത് അതിന് പകരം ഒരു വരയ്ക്ക് പകരം 2 ലൈൻ വന്നു എന്ന് മാത്രം. 2 ലൈൻ വന്നപ്പോ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഈ ബേസിനെ 3 ട്രയാങ്കിൾസും ഉണ്ടായി. പക്ഷെ ഇതിന്റെ സൈഡിന്റെ ലെങ്ത് അല്ലെങ്കിൽ ബേസിന്റെ ലെങ്ത് ഒന്നും നമുക്കറിയില്ല. അപ്പൊ നമുക്ക് എന്താ ചെയ്യണ്ടേ, നമുക്ക് എന്തെങ്കിലും ഒരു ഇത് ഇട്ട് കൊടുക്കാം. അപ്പം ഇവിടെ ഇത് മൊത്തം എത്ര സെന്റിമീറ്റർ ഉണ്ടെന്നോ ഒന്നും നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, നമ്മള് ഇതിന്റെ എക്സ് ഇട്ട് കൊടുക്കുക. ഇതിന്റെ ലെങ്ത്, അതായത് ബി സിയുടെ ലെങ്ത്, ബി തൊട്ട് സി വരയ്ക്കുള്ള ലെങ്ത് എക്സ് ഇട്ട് കൊടുക്കുക. അപ്പൊ ഇത് എന്തെങ്കിലും ഒരു പേരിട്ട് കൊടുക്കണം ആദ്യം തന്നെ. എ ബി സി ഡി ഇ അങ്ങനെ ഇട്ട് കൊടുത്തു ഞാൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേരിട്ട് കൊടുക്കാം. അപ്പൊ ഇവിടെ മുതൽ ഇവിടെ വരയ്ക്കുള്ള ലെങ്ത് എക്സ് ആയിട്ട് വിചാരിക്കുക, സി തൊട്ട് ഡി വരയ്ക്ക് വൈ ആയിട്ട് വിചാരിക്കുക. അപ്പൊ ലെങ്ത് കൊടുക്കുമ്പോ, പേര് കൊടുക്കുമ്പോ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം. പിന്നെ ലെങ്ത് നമ്മൾ ഇത്രയാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യണു എന്ന് പറയുമ്പോൾ സ്മോൾ ലെറ്റർ കൊടുക്കാം. എ ബി സി ഡിയോ, ഇവിടെ എ ബി സി ഡി കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ എക്സ് വൈ, ഇവിടെ സെഡ് കൊടുത്തു. ഡി തൊട്ട് ഈ വരയ്ക്കുള്ള ലെങ്ത് സെഡ് ആണെന്ന് വിചാരിച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പൊ എന്താ നമ്മൾ ചെയ്യാൻ പോണത്, ആദ്യം നമുക്ക് അറിയണം എ ബി സി, ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. അപ്പോ എന്ത് വരും, ഹാഫ്. ഈ 3 ട്രയാങ്കിളിന്റെ ഹൈറ്റ് കിട്ടണം നമുക്ക്. 3 ട്രയാങ്കിളും ഒരേ ട്രയാങ്കിളിന്റെ ഭാഗമായത് കൊണ്ട് തന്നെ 3ന്റെയും ഹൈറ്റ് സെയിം ആയിരിക്കും അല്ലെ. അപ്പൊ ഹൈറ്റ് നമുക്ക് എന്ത് വിചാരിക്കാം, ഹൈറ്റ് എച്ച് ആയിട്ട് തന്നെ എടുക്കാം. 3 എണ്ണത്തിന്റെ ഹൈറ്റ് സെയിം ആയിരിക്കും. അപ്പൊ ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈക്വൽസ് ഹാഫ് ബി എച്ചിന്റെ, ബി എന്ന് പറയുമ്പോ എ ബി സി ആണ് നമ്മൾ എടുക്കുന്നത്. എ ബി സിയുടെ ബി സിയുടെ ലെങ്ത് ആണ് വേണ്ടത്. ബി സിയുടെ ലെങ്ത് നമ്മൾ എക്സ് ആയിട്ടാണ് വിചാരിച്ചിട്ടുള്ളത്, ഇൻറ്റു എച്ച്. അപ്പൊ ഇത്രയും സെന്റിമീറ്റർ സ്ക്വയർ ആണ് ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ. അടുത്തായിട്ട് ട്രയാങ്കിൾ എ സി ഡി, ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ സി ഡി ഈക്വൽസ് ഹാഫ്, അതിന്റെ ബേസിന്റെ ലെങ്ത് വൈ ആണ് അല്ലെ, ഇൻറ്റു വൈ ഇൻറ്റു എച്ച്. ഇനി ലാസ്റ്റ് വൺ, ഈ ട്രയാങ്കിൾ എ ഡി ഇ, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി ഇ ഈക്വൽസ് ഹാഫ്, അതിന്റെ ബേസിന്റെ ലെങ്ത് സെഡ് ആണ്, സെഡ് ഇൻറ്റു എച്ച്. അപ്പൊ നമുക്ക് 3 ട്രയാങ്കിളിന്റെയും ഏരിയ കിട്ടി. ഇനി ഇതിന്റെ റേഷ്യോ അറിയണം. ആ റേഷ്യോ ഇതിന്റെ ബേസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതിന്റെ റേഷ്യോയിൽ തന്നെയാണ് പ്രൂവ് ചെയ്യും വേണം. അപ്പൊ ഇത് 3 നമുക്ക് എടുത്ത് എഴുതാം. ഹാഫ് വേണ്ട, എടുത്ത് എഴുതാൻ നിൽക്കില്ല. ഇത് 3 നോക്കിയേ, ഇത് 3ലും ഒരേപോലെ വരണം. നമുക്ക് കട്ട് ചെയ്ത് കളയാം. നിങ്ങൾ എഴുതുമ്പോ ഒക്കെ എടുത്ത് എഴുതണം കേട്ടാ. ഓരോന്നും എഴുതി ഈസ്റ്റു ഇട്ടിട്ട് വേണം ചെയ്യാൻ. 3 എണ്ണത്തിനും ഹാഫ് ഉണ്ട്. അപ്പൊ കോമൺ ആയിട്ട് വരുന്നത് ഒക്കെ നമുക്ക് വെട്ടിക്കളയാം. 3 എണ്ണത്തിൽ അര കളഞ്ഞു, 3 എണ്ണത്തിൽ എച്ച് സെയിം ആണ്, അതും കളഞ്ഞു. ബാക്കി എന്ത് വന്നു, എക്സും വൈയും സെഡും വന്നു. അപ്പൊ ഈ 3 എണ്ണത്തിനും ഏരിയ തമ്മിലുള്ള റേഷ്യോ എക്സ് ഇസ് ടു വൈ ഇസ് ടു സെഡ് എന്ന് കിട്ടി. അത് തന്നെയല്ലേ ഈ ബേസ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി, ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ റേഷ്യോ ഇൻ വിച്ച് ദീസ് ലൈൻസ് ഡിവൈഡ് ദ ലെങ്ത് ഓഫ് ദ ബോട്ടം സൈഡ് ഇസ് ഈക്വൽ ടു ദ റേഷ്യോ ഓഫ് ദ ഏരിയാസ് ഓഫ് ദ 3 സ്മോളർ ട്രയാങ്കിൾസ് എന്ന് നമുക്ക് മനസ്സിലായി. അടുത്ത ക്വസ്റ്റ്യൻ, in the picture below the top vertex of a triangle is joined to the midpoint of the bottom side of the triangle and then the ഈ ഫിഗറില് ടോപ്പ് വേർട്ടെക്സിൽ നിന്നും ബോട്ടം സൈഡിന്റെ മിഡ് പോയിന്റിലേക്കാണ് ഒരു ലൈൻ വരച്ചിരുന്നത്. അപ്പൊ ബോട്ടം സൈഡിന്റെ ഇപ്പൊ മിഡ് പോയിന്റ് ഇതാണെന്ന് വിചാരിക്കും. അപ്പൊ ഇവിടെ നിന്നും നേരെ ടോപ്പ് വേർട്ടെക്സിൽ നിന്നും ജോയിൻ ചെയ്തു. ബേസിന്റെ മിഡ് പോയിന്റിലേക്ക്
ലൈൻ വരച്ചിരിക്കുന്നത് കൊണ്ട് ഇത് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇപ്പോ ഈ ട്രയാങ്കിളിനെ കൃത്യം രണ്ടായിട്ട് ഭാഗിച്ചിരിക്കുകയാണ് അല്ലെ. രണ്ടിന്റെയും ഏരിയ സെയിം ആണ്. ഇനി and then the midpoint of this line, ഇനി ഈ വരച്ചിരിക്കുന്ന ലൈനിന്റെ മിഡ് പോയിന്റ് എടുത്തു. ഞാൻ മിഡ് പോയിന്റിലേക്ക് എന്താ ചെയ്തേ, ഈസ് ജോയിൻ ടു ദ അതർ ടു വേർട്ടിസസ്, മറ്റ് രണ്ട് വേർട്ടിസസിൽ നിന്നും ഈ മിഡ് പോയിന്റിലേക്ക് ലൈൻ വരച്ചു. ഇപ്പൊ നമുക്ക് മൊത്തം എത്ര ട്രയാങ്കിൾസ് കിട്ടി? 1 2 3 4 ട്രയാങ്കിൾസ് കിട്ടിയിട്ടുണ്ട്. നമ്മളോട് എന്താ ക്വസ്റ്റ്യൻ? പ്രൂവ് ദാറ്റ് the area of 4 triangles obtained thus are equal to a fourth of the area of the whole triangle. ഈ 4 ട്രയാങ്കിളും ഈ വലിയ ട്രയാങ്കിളിന്റെ മൊത്തം ഏരിയയുടെ 1/4 ഭാഗം വീതമാണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നേരത്തെ നമ്മൾ എന്ത് പറഞ്ഞു? ആദ്യം നമ്മൾ പറഞ്ഞു അപ്പൊ ട്രയാങ്കിളിൽ നമുക്ക് പേര് കൊടുക്കാം ABC. ആദ്യം സിയുടെ ബി സിയുടെ മിഡ് പോയിന്റ് ഡി, ആ ഡിയിലേക്ക് എയിൽ നിന്നും വരച്ചു. അപ്പൊ ആദ്യം ഇത് വരയ്ക്കണം. ഇത് വരച്ചിട്ട് നമ്മൾ എന്താ എഴുതണ്ടേ? ഡി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ബി സി. ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ആ വാചകം തന്നെ നമുക്ക് എടുത്ത് എഴുതിയാൽ മതി. എന്താ പറഞ്ഞിട്ടുള്ളത്? ദ ടോപ്പ് വേർട്ടെക്സ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് ജോയിൻ ടു ദ മിഡ് പോയിന്റ് ഓഫ് ദ ബോട്ടം സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ എ ബി സി. എ ബി സിയുടെ ബി സി. വി ഗെറ്റ് 2 triangles having same area. ഇപ്പൊ നമുക്ക് 2 ട്രയാങ്കിൾസ് കിട്ടിയിട്ടുണ്ട് സെയിം ഏരിയ ആയിട്ടുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് എന്തെഴുതാം? both the triangles having the area half of the original triangle. ഒറിജിനൽ ട്രയാങ്കിളിന്റെ ഹാഫ് വീതമാണ് ഈ 2 ട്രയാങ്കിൾസ്. ഇത് ഹാഫ് ആണ്, ഇതും ഹാഫ് ആണ്. അപ്പൊ ഹാഫും ഹാഫും 1. മൊത്തം വലിയ ട്രയാങ്കിളിന്റെ പകുതിയാണ് ഓരോ ഇതിലത്തെ ഈ 2 ട്രയാങ്കിൾസും. ഇനി ഇവിടെ നമ്മൾ അഗെയിൻ എന്താണ് ചെയ്തിട്ടുള്ളത്? അഗെയിൻ ഈ ലൈനിന്റെ മിഡ് പോയിന്റിലേക്കാണ് ഈ അതർ 2 വേർട്ടിസസ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്തപ്പോ ഈ അര എന്നുള്ളത് 2 ഈക്വൽ ട്രയാങ്കിൾസ് ആയിട്ട് മാറി. 2 ഈക്വൽ ട്രയാങ്കിൾസ് ആയിട്ട് മാറുമ്പോ അരനെ കൃത്യം പകുതി പകുതിയാക്കി കഴിഞ്ഞാൽ അത് എത്ര വീതവും? 1/4 ഭാഗം വീതവും അല്ലെ. അപ്പൊ ഇത് 1/4 ആയി, ഇതും 1/4 ആയി എന്ന് പറയണ പോലെ തന്നെ ഇപ്പുറത്തെ ഈ പീസും. അപ്പൊ ഇത് തന്നെയാണ് നമ്മളുടെ ക്വസ്റ്റ്യനും. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? പ്രൂവ് ദാറ്റ് ദ ഏരിയാസ് ഓഫ് ഓൾ 4 triangles obtained thus are equal to the fourth of the area of the whole triangle. അപ്പൊ ഇത് തന്നെ നമുക്ക് എടുത്ത് എഴുതിയാൽ മതി. ഇത്രയും നമ്മൾ ഫിഗറിൽ കാണിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് പറയുന്നു? The areas of all 4 triangles obtained are equal to a fourth of the area of the whole triangle. എഴുതിയാൽ മതി. മനസ്സിലായില്ലേ? ഇത് എങ്ങനെയാ വന്നതെന്ന് മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ പിക്ചർ ബിലോ ദ ടോപ്പ് വേർട്ടെക്സ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് ജോയിൻ ടു ദ മിഡ് പോയിന്റ് ഓഫ് ദ ഓപ്പോസിറ്റ് സൈഡ്. നേരത്തെ പോലെ തന്നെ ടോപ്പ് വേർട്ടെക്സിൽ നിന്നും ബോട്ടം സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക് ഒരു ലൈൻ വരച്ചു. അപ്പൊ എന്തായി? ഇത് രണ്ടും ഏരിയയുടെ പകുതി വീതമായി അല്ലെ, ഹാഫ് വീതമായി. ബോത്ത് ദ ട്രയാങ്കിൾസ് ഹാവിംഗ് ദ ഏരിയ ഹാഫ് ഓഫ് ദ ബിഗ് ട്രയാങ്കിൾ. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? And then the point is dividing this line in the ratio 2:1 is joined to the other 2 vertices. നേരത്തെ പ്രോബ്ലത്തിൽ എന്തായിരുന്നു? ഈ നടുവിലത്തെ ലൈനിന്റെയും മിഡ് പോയിന്റിലേക്കാണ് അതർ 2 വേർട്ടിസസിൽ നിന്നും ജോയിൻ ചെയ്തത്. ഇതങ്ങനെയല്ല. ഇത് ഈ ടോപ്പ് വേർട്ടെക്സിൽ നിന്നും ബോട്ടം സൈഡിലേക്ക് വരച്ചിരിക്കുന്ന ലൈനിനെ 2:1 എന്ന റേഷ്യോയിലാണ് ഭാഗിക്കുന്നത്. 2:1 എന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ മൊത്തം ഈ സൈഡ് ഈ ഒരു ലൈനിന്റെ ലെങ്ത് 3 സെന്റിമീറ്റർ ആണെങ്കിൽ 2:1 എന്ന റേഷ്യോയിൽ ഭാഗിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നിപ്പോ 2 സെന്റിമീറ്ററിൽ വന്നിട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. അപ്പൊ ഇത് 2 സെന്റിമീറ്ററും ഇത് 1 സെന്റിമീറ്റർ ആയിരിക്കും. അങ്ങനെ മൊത്തം 3 സെന്റിമീറ്റർ ലെങ്ത്. അപ്പൊ മൊത്തം എത്രയാണോ ലെങ്ത് അതിന് 2:1 എന്ന റേഷ്യോയിൽ ഭാഗിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടേക്ക് ഏതാണ്ട് ആ പോയിന്റ് വരാം. ആ പോയിന്റിലേക്ക് ഇവിടെ അതർ 2 വേർട്ടിസസിൽ നിന്നും ജോയിൻ ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മിഡ് പോയിന്റ് അല്ല, നേരത്തെ മിഡ് പോയിന്റ് ആയിരുന്നു. ഇനി പ്രൂവ് ദാറ്റ് ദ ഏരിയാസ് ഓഫ് ഓൾ 3 ട്രയാങ്കിൾസ്. അപ്പൊ 3 ട്രയാങ്കിൾ നമ്മൾ വിചാരിക്കുക 4 ട്രയാങ്കിൾ ഉണ്ടല്ലോ, ക്വസ്റ്റ്യനിൽ 3 എന്ന് പറയുക. അതായത് ഈ ഒരു ലൈൻ നമ്മൾ മാച്ച് കളയാണ്. ഈ ഒരു ലൈൻ മാച്ച് കളഞ്ഞപ്പോ എന്തായി? ഇവിടെ നമുക്ക് 3 ട്രയാങ്കിൾ ആണ് ഈ ഫിഗറിലുള്ളത്. ഈ 3 ട്രയാങ്കിളും
in the picture on the right are equal to a third of the area of the whole triangle. മൊത്തം ട്രയാങ്കിളിന്റെ തേർഡ് വൺ തേർഡ് ആണ് ഈ ഓരോ ട്രയാങ്കിളും എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇപ്പൊ 3 ട്രയാങ്കിൾ നമുക്ക് കിട്ടി അല്ലെ? ആ 3ഉം മൊത്തം ഏരിയയുടെ 1/3 ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം പേര് കൊടുക്കുകയാണ് ABC. ഈ സെന്ററിൽ ഒരു പോയിന്റ് നമുക്ക് D എന്ന് പേര് കൊടുക്കാം. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്തത്? ആദ്യം നമ്മൾ ടോപ്പ് വോർട്ടെക്സിൽ നിന്നും ഈ ബോട്ടം സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക് ജോയിൻ ചെയ്തു. Thus we get 2 triangles having the area half. അല്ലെ? അപ്പൊ ഇത് മൊത്തം ഇവിടെ നിന്ന് ഇവിടേക്ക് വരച്ചപ്പോ നമുക്ക് ഹാഫ് വീതമാണ് കിട്ടിയത് അല്ലെ? ഹാഫ് വീതം കിട്ടിയിട്ട് എങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ 2:1 എന്ന റേഷ്യോയിൽ ഇതിനെ ഇങ്ങനെ ഭാഗിച്ചു. ഇങ്ങനെ ഭാഗിച്ചപ്പോ ഇതപ്പൊ എത്രയുണ്ടാവും? ഈ ഒരു പീസ് തന്നെ എത്രയുണ്ടാവും? അതായത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഇതിലത്തെ ഒരു ഭാഗം മാത്രം എടുത്ത് വരയ്ക്കാം, ഒരു പകുതി ഭാഗം മാത്രം എടുത്ത് വരയ്ക്കാം കേട്ടാ. ഇത് ഇത്ര, ഇത് മൊത്തം ഈ ഒരു ചെറിയ ട്രയാങ്കിൾ എന്ന് പറയുന്നത് മൊത്തം ട്രയാങ്കിളിന്റെ അരയാണ് അല്ലെ? ഹാഫ് ആണ് ഏരിയ. ഇനി ഇതിന് 2:1 എന്ന റേഷ്യോയിലാണ് ഭാഗിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് 2ഉം ഇത് 1ഉമാണ്. അപ്പൊ ഇത് ഈ ഒരു ട്രയാങ്കിളിന്റെ, ഈ ഒരു ചെറിയ ട്രയാങ്കിളിന്റെ 2/3 ഭാഗമാണിത്. ഇത് 1/3യുമാണ്. അതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? 2:1 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോ ഈ ഒരു ഭാഗം 2/3 ഭാഗമാണ്. അത് മൊത്തം എത്രയാ? 2ഉം 1ഉം കൂടിയിട്ട് മൊത്തം 3 ആണ്. അപ്പൊ 3 നമ്മൾ താഴെ ഇടും. മൊത്തം എത്രയുണ്ടോ അത് താഴെ ഇടും. അങ്ങനെയല്ല നമ്മൾ ഫ്രാക്ഷനിൽ ചെയ്യാ. ഒരു സാധനത്തിന് നമ്മൾ ഭാഗിക്കുമ്പോ അത് മൊത്തം എത്രയുണ്ടോ അത്രയും ഭാഗം താഴെ ഇടും. അതിലെത്ര ഭാഗമാണെന്നുള്ളതാണ് മുകളിൽ എഴുതുക. അപ്പൊ ഈ ഒരു ട്രയാങ്കിൾ തന്നെ 2 ഭാഗമാണ്. 2:1 എന്ന റേഷ്യോയിൽ ഭാഗിച്ചിരിക്കുന്നത് കൊണ്ട് 2:1 എന്ന് പറയുമ്പോൾ 2ഉം 1ഉം കൂടിയിട്ട് 3 ആണ് മൊത്തം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ ആ 3 നമ്മൾ താഴെ ഇടുന്നു, ഡിനോമിനേറ്റർ ആയിട്ട് ഇടുന്നു. മുകളിൽ നമ്മൾ 2ഉം എടുത്തു. അപ്പോ 1/2 ആണിത് മൊത്തം. ആ 1/2വിന്റെ 2/3 ഭാഗമാണ് ഈ ട്രയാങ്കിൾ. ആൻഡ് ഈ 1/2വിന്റെ 1/3 ഭാഗമാണ് അടിയിലത്തെ കഷ്ണം. മനസ്സിലായില്ലേ? 1/3 ഓഫ് 1/2. ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മള് ഫ്രാക്ഷനിൽ നമുക്കറിയാം നമ്മൾ ഇൻറ്റു ആണ് ഇടാം. അപ്പൊ ഇത് എത്ര വരും? 1 × 1 1, 3 × 2 6. അപ്പൊ മൊത്തം ട്രയാങ്കിളിന്റെ 1/6 ആണ് ഈ ഒരു പീസ്. മനസ്സിലായില്ലേ? ഇത് 1/6 ആണ്. ഇത് 1/6 ആവുമ്പോ ഇതും 1/6 തന്നെയാണ്. ഇനി ഇതപ്പൊ എത്രയുണ്ടാവും ബാക്കി? ഇത് മൊത്തം ഈ ഒരു ഭാഗം 1/2 ആയിരുന്നു. ആ 1/2വിന്റെ 1/6 പോയി. അപ്പൊ ഒന്നുകിൽ 1/2വിൽ നിന്ന് 1/6 നമുക്ക് മൈനസ് ചെയ്യാം. 1/2വിൽ നിന്ന് 1/6 ഒന്നുകിൽ മൈനസ് ചെയ്യാം. അതല്ലെങ്കിൽ ഇവിടെ ചെയ്ത പോലെ തന്നെ ഈ ഭാഗം 2/3 ആണെന്ന് നമ്മൾ പറഞ്ഞു. 1/2വിന്റെ 2/3 ഭാഗം, കൺഫ്യൂഷൻ ആവണ്ട, 1/2 × 2/3. അപ്പൊ എത്ര വരും? 2 × 1 2 6. അപ്പൊ ഇത് 2/6 ആണ്. മനസ്സിലായില്ലേ? ഈ ട്രയാങ്കിൾ നമ്മൾ ഒരു പ്രാവശ്യം കൂടി എടുത്ത് വരയ്ക്കാൻ പോവാ. ആദ്യം ട്രയാങ്കിൾ വരച്ചു, ടോപ്പ് വോർട്ടെക്സിൽ നിന്ന് താഴെ മിഡ് പോയിന്റിലേക്ക് വരച്ചു. അപ്പൊ ഇത് 1/2 1/2 ഇതായി. അവിടെ വരെ ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ 2:1 എന്ന റേഷ്യോയിൽ ഈ ലൈനിനെ ഭാഗിച്ചതിന് ശേഷം ഇങ്ങോട്ട് വരച്ചു, ഇങ്ങോട്ട് വരച്ചു. അപ്പൊ ഇത് എത്രയുണ്ട് എന്നാണ് നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ചത്? മൊത്തം ട്രയാങ്കിളിന്റെ ഇത് മൊത്തം ഈ ഒരു പീസ് 1/2 ആയിരുന്നു. വീണ്ടും കട്ട് ചെയ്തപ്പോ അത് എത്രയായി മാറി? ഇത് എത്രയുടെ 2/6. ഇത് 2/6. അപ്പൊ ഇതും 2/6 ആയിരിക്കും. ഇത് 1/6, ഇത് 1/6. ഇങ്ങനെ കിട്ടി നമുക്ക്. ഇതിനൊക്കെ നമുക്ക് അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? പിന്നെ എന്താ ചെയ്തത്? 3 ട്രയാങ്കിൾ ആക്കി മാറ്റി. 3 ട്രയാങ്കിൾ ആക്കിയിട്ട് എങ്ങനെ മാറ്റി? ഈ നടുവിലത്തെ ലൈൻ നമ്മൾ മാറ്റി കളഞ്ഞപ്പോ ഇത് ഒരൊറ്റ ട്രയാങ്കിൾ ആയി. 1/6 1/6 എന്നുള്ളത് ഒരൊറ്റ ട്രയാങ്കിൾ ആയപ്പോ എത്രയും മാറി? പ്ലസ് 1/6 എന്ന് പറയുമ്പോ 1 + 1 2/6. അപ്പൊ ഈ ഒരു പീസ് തന്നെ എത്രയും മാറി? 2/6 ആയി. അപ്പൊ ഈ 3 പീസുകളും ഒരേ ഏരിയയാണ് എന്ന് മനസ്സിലായി. ഒക്കെ 2/6 വന്നു.
വോൾ ട്രയാങ്കിൾ മറ്റേ ഒറിജിനൽ ട്രയാങ്കിൾ എത്രയായിരുന്നു അതിന്റെ 2/6 വീതമാണ് ഓരോന്നും. ഈ 2/6 നമുക്ക് ഫ്രാക്ഷൻ എഴുതുമ്പോഴായാലും റേഷ്യോ എഴുതുമ്പോഴായാലും എപ്പോഴും അതിന്റെ ലോവസ്റ്റ് ഫോമിലേക്ക് മാറ്റി എഴുതണം. അപ്പൊ 2/6 എന്ന് പറയുമ്പോൾ രണ്ടിലും ഏതെങ്കിലും നമ്പർ പോവെന്ന് ഡിവൈഡ് ചെയ്യാൻ പറ്റും. രണ്ടിലും 2 പോവും ഇല്ലേ? 2 ഒരു പ്രാവശ്യം, 6 3 പ്രാവശ്യം, അപ്പൊ 1/3. അപ്പൊ 1/3 വീതമാണ് ഓരോന്നും. മനസ്സിലായി? നമുക്ക് മനസ്സിലായില്ലേ? അത് തന്നെയല്ലേ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. 1/3 വീതമാണ് ഓരോ ട്രയാങ്കിളിന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ thus we prove that the area of all 3 triangles in the picture on the right are the right എന്ന് പറഞ്ഞ റൈറ്റ് സൈഡിലുള്ളത്. അപ്പൊ the picture are equal to the third of the area of the whole triangle. മനസ്സിലായില്ലേ? ഇത് എങ്ങനെയാ വന്നതെന്ന് മനസ്സിലായില്ലേ? ചിലപ്പോൾ കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. പക്ഷെ 2:1 എന്ന റേഷ്യോയിൽ ഭാഗിച്ചത് കൊണ്ടാണ് കൺഫ്യൂഷൻ. അപ്പൊ ചിന്തിക്കുക, ആ ഹാഫിനെ മാത്രമാണ് നമ്മൾ ഭാഗിച്ചു. ഹാഫിനെ മാത്രം എടുത്തു. ഹാഫിനെ മാത്രം എടുത്തപ്പോ ഹാഫിന്റെ 2/3 ആണ് മോൾ ഭാഗത്ത് വരുന്ന ഈ വലിയ ട്രയാങ്കിള്. ഹാഫിന്റെ 1/3 ആണ് അടിയിൽ വരുന്നത്. അപ്പൊ 1/3 ഓഫ് ഹാഫ് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം 1/3 ഇൻറ്റു ഹാഫ് എന്നാണ്. അതാണ് നമ്മൾ 1/3 ഇൻറ്റു ഹാഫ് ചെയ്തപ്പോൾ നമുക്ക് 1/6 കിട്ടിയത്. അതുപോലെ 2/3 ഓഫ് ഹാഫ്, 2/3 ഇൻറ്റു ഹാഫ് എന്ന് പറഞ്ഞപ്പോൾ 2/6 കിട്ടി. അപ്പൊ 2/6 ഇത് 2/6 ആവുമ്പോൾ ഇതും ഈക്വൽ ആണല്ലോ വരണേ. ഇത് 2/6 വന്നു. ഇവിടെ 1/6ന്റെ 2 കഷ്ണങ്ങളുടെ 2 കഷ്ണത്തിന് ഒരുമിച്ച് ജോയിൻ ചെയ്തപ്പോൾ അത് 2/6 ആയി. 2/6 നമ്മൾ ചെറുതാക്കി, അപ്പോൾ 1/3 കിട്ടി. അത് തന്നെയാണ് ക്വസ്റ്റ്യൻ. അങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്തു. മനസ്സിലായില്ലേ?